നമ്മൾ പോയം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പോയത്തിൽ ഞാൻ ഫസ്റ്റ് ലൈൻ വായിക്കാം. സോ ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ദ ടൈറ്റിൽ വാട്ട് ഈസ് ദ ടൈറ്റിൽ? ഫ്രീഡം അല്ലേ? ഫ്രീഡം എന്നാണ് ടൈറ്റിൽ. ടാഗോറാണ് എഴുതിയത്. ഫ്രീഡം ഫ്രം ഫിയർ ഈസ് ദ ഫ്രീഡം ഐ ക്ലെയിം ഫോർ യു മൈ മദർ ലാൻഡ്. ഓൾവേസ് ഇത് എഴുതുന്നത് 1914 സംതിങ്ങിലാണ്, അല്ലെങ്കിൽ 1914 എന്നാണ് ടാഗോറിൻ്റെ ആ ഒരു പാസ്റ്റ് മീൻസ് എന്താണ് ആ ഒരു കാലഘട്ടത്തിലാണ് അയാളുടെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത്. സോ ആ സമയം എന്താണ്, നമ്മുടെ ഇന്ത്യ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലേ. നമുക്ക് സംബന്ധിച്ചറിയാം ഇന്ത്യയുടെ ഫ്രീഡം എന്നുള്ളത് അത്രയേറെ നമ്മൾക്ക് വിലപ്പെട്ടതാണ് അല്ലേ. അത്രയേറെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ നേടിയെടുത്ത ഒരു പോരാട്ടത്തിൻ്റെ ട്രൂത്താണ് അല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ളത്. സോ അതിലൊരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ വൺ എമംഗ് ദം ഈസ് ടാഗോർ അല്ലേ. അതിലൊരാളാണ് ആര്? ടാഗോർ എന്നുള്ള വ്യക്തി. സോ ദ പോയം ഈസ് സ്റ്റാർട്ടിങ്, the beginning of the poem is that poet is completely totally depressed and feared about the coming freedom അല്ലേ. ഫ്രീഡത്തിന് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടത്തിൽ അയാൾ വളരെ ഡിസ്ട്രസ്ഡ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഫ്രീഡം ഫ്രം ദ ബർഡൻ ഓഫ് ദ ഏജസ്, bending your head, breaking your back, blinding your eyes to the beckoning call of the future. സോ ഇവിടെ ഈ ലൈൻസ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓൾഡ് ലേഡി അല്ലെ, ഓൾഡ് വുമൺ ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയെ അല്ലെ നമ്മുടെ മദർലാൻഡിനെ പറയുന്നത്. ഫ്രീഡം ഫോർ ദ ആ ഒരു അത്രത്തേറെ ഏജസ് എന്ന് പറയുന്നത് എന്താണ്? ബേർഡൻ ഓഫ് ദ ഏജസ്, കാലത്തിൻ്റെ ബേർഡൻ, കാലത്തിൻ്റെ ഇതും താങ്ങി ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് എപ്പോഴാണ് ഇതും കിട്ടും? ഒരുപാട് കാലമായി ഇത് ഫൈറ്റ് ചെയ്യുന്നു. ബെൻഡിങ് യുവർ ഹെഡ്, നമ്മുടെ തല താത്തുന്നു. ബെൻഡിങ് യുവർ ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ എത്രയോ ബ്രിട്ടീഷ് വി ആർ ദ സ്ലേവ് അല്ലേ. നമ്മൾ ബ്രിട്ടീഷേഴ്സിൻ്റെ സ്ലേവ് ആയിരുന്നു. തല കുനിച്ചിട്ടായിരുന്നു നമ്മൾ, തല ഉയർത്താറില്ല നമ്മൾ. ബ്രേക്കിംഗ് യുവർ ബാക്ക്, അത്രയേറെ ഫൈറ്റും പ്രശ്നങ്ങളും നേരിട്ടുണ്ട്. ബ്രേക്കിംഗ് യുവർ ബാക്ക് എന്ന് വെച്ചാൽ കഷ്ടപ്പാട്. നമ്മൾ അത്രയേറെ നമ്മളെ ബ്രിട്ടീഷേഴ്സും അത്ര കോളനൈസ്ഡ് പീപ്പിൾ നമ്മളെ ഒരു സ്ലേവിനെ പോലെ അടിമ പണി എടുപ്പിച്ചിട്ടുണ്ട്. ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദ ബാക്ക്നിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ. സോ ഫ്യൂച്ചറിന് വേണ്ടി ആ ഒരു നോട്ടം, ആ ഒരു ഒരു സീയിങ്, അവരുടെ ആ ഒരു നോട്ടം വരികയാണ്. മീൻസ് ടാഗോർ നമ്മുടെ ജനങ്ങളിലൂടെയാണ് പറയുന്നത്, പോയം എഴുതിയത്. സോ നമ്മളൊരു നോട്ടം, ഒരു കണ്ണുകളിങ്ങനെ നോക്കുകയാണ്. അതിൽ എന്താണുള്ളത്? ഫ്യൂച്ചറിലുള്ള നമ്മുടെ ഫ്രീഡത്തിൻ്റെ തിളക്കമാണ്, ആ ഒരു ബ്രൈറ്റ്നെസ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കോൾ ഓഫ് ദ ഫ്യൂച്ചർ, അതാണ് കോൾ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഫ്യൂച്ചറിനെ നമുക്ക് നേടിയെടുക്കാമെന്നുള്ള ഒരു പോസിറ്റീവ് വൈബൊക്കെ അതിൽ നമുക്ക് ഈ ലൈൻസിലൊക്കെ കാണാം. ഇനി ഞാൻ വായിക്കുന്നത് പാരഗ്രാഫിനെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കാരണം നമ്മൾ ആ ഫസ്റ്റ് ലൈൻസിൻ്റെ കുറച്ച് സമ്മറിയും കാര്യങ്ങളുമാണ് ഇതിലുള്ളത്. So in the poem Freedom, Rabindranath Tagore, an acclaimed Indian writer and the winner of the Nobel Prize of Literature in 1913. അത് മറന്നു പോകരുത്. 1913 ഗീതാഞ്ജലി എന്നുള്ള വർക്കാണ്. എക്സ്പ്രസസ് ഹിസ് വിഷസ് ആൻഡ് വിഷൻ for his motherland India. So this poem expresses his wishes and vision for his motherland. He expresses his words to vision of his motherland India. ഇന്ത്യ എന്നുള്ള മദർലാൻഡിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, വിഷനാണ് ഇതിൽ പറയുന്നത്. He supported Indians independence from Britain and desired the end of the British Raj, which is the subject of freedom. സോ ഇന്ത്യയുടെ ആ ഒരു ഇൻഡിപെൻഡൻസും ആ ഒരു കോളനൈസ്ഡ് പീപ്പിളിൻ്റെ ഒരു നേച്ചറും അല്ലെ കോളനൈസേഷനും ആ ഒരു ഫ്രീഡം ഫൈറ്റിങ്ങും ദെൻ ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള ആ ഒരു സപ്പോർട്ടും ഒക്കെയാണ് ഈ ഓൾമോസ്റ്റ് ഈ കംപ്ലീറ്റ് പോയം എന്ന് പറയുന്നത്. Then the first wish he has for India is the wish to freedom from fear. ഫസ്റ്റ് വിഷ് അല്ലെ, ഫസ്റ്റ് ഹിസ് വിഷ് ഇസ് ഡിസയർ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഇന്ത്യ ഇസ് ബിക്കം ഫ്രീ ഫ്രം ഫിയർ. നമ്മൾ ഇന്ത്യ എന്നുള്ളത് ഒരു ഫ്രീഡം അല്ലേ, നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് ഭയപ്പെട്ടിട്ടുള്ളതല്ല. ഫ്രീ ഫ്രം ഫിയർ ആയിരിക്കണം, ഭയം മാറ്റി നിർത്തിയിട്ടുള്ളതായിരിക്കണം. കാരണം ഇന്ന് നമുക്കതൊരു പെർട്ടിക്കുലർ നമുക്ക് സംബന്ധിച്ച് നമുക്കത് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം ഭയാനകമാണോ എന്ന് നമുക്കറിയില്ല. ബിക്കോസ് വി ആർ നോട്ട് ലിവ് ഇൻ ദാറ്റ് ഏജിലെ നമ്മൾ ജീവിച്ചിരുന്നിട്ടില്ല. ഇത് കണ്ടറിഞ്ഞ ആ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ തീവ്രതയും അതിൻ്റെ ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ടറിയാം. സോ അതുകൊണ്ടാണ് ഈ പോയത്തിന് അതിലൂടെ നമ്മൾ കാണണം ഈ പോയം വായിക്കുമ്പോൾ ആ ഒരു സ്ട്രഗിളിങ്ങും കാര്യങ്ങളും. Then he believes fear of his countrymen is responsible for the plight of slavery.
സ്ലേവറി, നമ്മൾ ആ ഒരു കൺട്രിമേനും സ്ലേവറി എന്നുള്ള, സ്ലേവറി എന്ന് വെച്ചാൽ അടിമ അല്ലേ, അടിമത്തം. ഇൻ ദ ഫസ്റ്റ് 2 lines of the poem he refers to India as the motherland and states that he wants India to be free from fear. ഫസ്റ്റ് 2 lines എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ആ ലൈൻസ്, ഇന്ത്യ ഈസ് ദ മദർലാൻഡ്, സോ ഫ്രീ ഫ്രം ഫിയർ, ഇന്ത്യ എന്നുള്ള മദർലാൻഡ് ഭയത്തിൽ നിന്ന് മുക്തി നേടണം. ഹി യൂസ് ഓഫ് അലിട്രേഷൻ ഓർ റെപ്പിറ്റേഷൻ ഓഫ് ദ ഫസ്റ്റ് സൗണ്ട് ഇൻ ദ വേർഡ്സ് ഫ്രീഡം ഫ്രം ഫിയർ ആൻഡ് ഫ്രീഡം അഗെയിൻ ഇൻ ദ ഫസ്റ്റ് ലൈൻ. സോ എന്താണ് ഇവിടെ അലിട്രേഷൻ യൂസ് ചെയ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എംഫസിസ് ദ urgency ഓഫ് ഹിസ് കോൾ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. The word freedom is repeated throughout the poem to express the poet's deep wish for his country to the independence. So here the poet ആ ഒരു ഫ്രീഡം എന്നുള്ള റിപ്പീറ്റഡ് എന്താണ്, ഫ്രീഡം ഫ്രം ഫിയർ അല്ലെ, ഫ്രീഡം എന്നുള്ള ആ ഒരു റിപ്പീറ്റഡ് വേർഡ് യൂസ് ചെയ്യുന്നത് ദ പോയറ്റ്സ് ഇന്നർ ഡിസയർ, ഡീപ്പ് ഡിസയർ, ഉള്ളിലുള്ള അവരുടെ അത്രയേറെ ഡീപ്പായിട്ടുള്ള ഡിസയറാണ് ഇവിടെ കാണിക്കുന്നത്. Then the second wish he has for his motherland is a freedom from the burden of senseless, logical and orthodox beliefs and traditional which don't let her see the future. In the third line, he builds the image of India as the aging mother and wants her to be free from the burden of the ages, which refers to the yoke of English control of India. The aged woman who represents India bends her head, bends her back, and he blinds her eye under the burden of colonialism. These lines also use the alliteration with the repetition of the birth sound. Tagore speaks of the way in which India does not see the future of imagining a brighter future of herself by blinding her eyes. Instead of looking forward, India sleeps with what Tagore calls shackles of slumber, or time spent not thinking of her future. Instead, India is fastening herself night's stillness, meaning that the country is committed to the past and the current situation of colonialism. The country mistrusts the star that speaks of truth, adventure, paths, meaning that the country does not look around in this dark time and imagine a brighter future for itself as independence. So ഇതിൽ എന്തൊക്കെ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ വീണ്ടും നമുക്ക് അലിട്രേഷൻ യൂസ് ചെയ്തത് കാണാം. ബ്രേക്കണിങ്, ബാക്ക്, ബ്ലിൻഡിങ്, ബെക്കണിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, ബ്രേക്കിംഗ്, ബാക്ക്, ബ്ലൈൻഡിങ്, ബെക്കണിങ് ഒക്കെ പറഞ്ഞ് വീണ്ടും അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ആ പാരഗ്രാഫ് വായിച്ചതിൽ അതിൻ്റെ സമ്മറിയാണ്, ഡീറ്റെയിൽഡ് സമ്മറിയാണ്. സോ അതിന് നമുക്ക് ഇങ്ങോട്ടേക്ക് പോയത്തിലേക്ക് വരുവാൻ ഞാൻ പറഞ്ഞു തരാം. സോ ഫ്രീഡം ഫ്രം ദ ബർഡൻ ഓഫ് ഏജസ്, ബെൻഡിങ് യുവർ ഹെഡ്, ബ്രേക്കിംഗ് യുവർ ബാക്ക്, ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദ ബെക്കണിങ്, കോൾ ഓഫ് ദ ഫ്യൂച്ചർ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ് ഓഫ് സ്ലംബർ വെയർ വിത്ത്, ഇനി പറയുന്ന ഷാക്കിൾസ് ഓഫ് സ്ലംബർ എന്ന് പറയുന്നത് വി ഓൾവേസ് എന്താണ്, നമ്മൾ നമുക്ക് ഈ ഫ്രീഡം എന്നുള്ളത് നമ്മൾ എന്താണ് വീണ്ടും ഒരു അതിന് വേണ്ടി അത് തന്നെയാണ് നടക്കുന്നത്. കോളനൈസേഷൻ നടക്കുന്നു, നമ്മളെ സ്ലേവ് ആക്കി മാറ്റുന്നു. പക്ഷെ അതിന് വേണ്ടി നമ്മൾ നിന്നു കൊടുക്കുകയാണ്. നമ്മൾ വെറുതെ അതിന് പ്രതികരിക്കാത്ത ചിലർ അവർ വീണ്ടും അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. യു ഫാസ്റ്റ് യുവർസെൽഫ് നൈറ്റ് സ്റ്റിൽനെസ്, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങല്ല. ഇന്ത്യയോട് പറയാണ്, ഹി ടോക്ക് ടുവേർഡ്സ് ഇന്ത്യ, യു ഡസൻറ്റ് സ്ലീപ്പ്, നിങ്ങളിപ്പോഴും ഉറങ്ങല്ല. യു ക്യാൻ എവേക്ക് എന്ന് പറയാണ്. നിങ്ങൾ ഉണരൂ എന്നുള്ളത്, ഉറക്കം എന്നുള്ളത് ഫിസിക്കൽ സ്ലീപ്പിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മൈൻഡ് സ്ലീപ്പാണ്. ഇനി നമുക്ക് ഫ്രീഡം കിട്ടില്ല, നമ്മുടെ ജീവിതം ഇതാണെന്ന് പറയും, അങ്ങനെയല്ല. വി ക്യാൻ ഫൈറ്റ്, വി ക്യാൻ സ്ട്രഗിൾ, വി ക്യാൻ ഗെറ്റ് ഫ്രീഡം, നമുക്ക് പറ്റുമെന്നുള്ളതല്ലേ. Mistrusting the stars thus speaks of truth, adventurous paths, freedom from the anarchy of destiny. ആ ഒരു അനാർക്കി ഓഫ് ഡെസ്റ്റിനി എന്നുള്ളത് വിധിയെ പഴിചാരാതെ വി ഹാവ് ടു സ്ട്രഗിൾ ഫോർ ഫ്രീഡം അല്ലേ, സ്ട്രഗിൾ ഫോർ ഫ്രീഡം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Then all sails are weakly yielded to the blind uncertain winds and the elm to a hand ever rigid and cold as death. നമ്മുടെ ആ ഒരു കോൾഡ്നെസ്, നമ്മുടെ ഒരു ഡെത്ത് അല്ലെ, നമ്മൾ ആ ഒരു സ്ലേവറിയെക്കുറിച്ചും കൊളോണൈസേഷനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ഡെത്ത്, നമ്മുടെ ആ ഒരു മരണങ്ങൾ, ഒരുപാട് മരണങ്ങൾ നമ്മൾ നേരിട്ടു, ഒരുപാട് കോൾഡ് ഡെത്ത് എന്ന്, കോൾഡസ്റ്റ് ഡെത്ത് എപ്പോഴും കോൾഡാണ് അല്ലേ. നമ്മളിപ്പോൾ അടുത്തൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു,
കോൾഡ് കേസ് അല്ലേ, ആരുടേത്, പൃഥ്വിരാജിൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഡെത്തിനെ കോൾഡ് ആക്കിയിട്ട് ആ ഒരു സിമ്പിൾ മെറ്റഫറാണ് അവിടെ യൂസ് ചെയ്തത്. വളരെ മനോഹരമാണ്. ഇവിടെ ഷാക്കിൾസ് ഓഫ് സ്ലംബർ എന്നുള്ളത് മെറ്റഫറാണ് കേട്ടോ. ഷാക്കിൾസ് ഓഫ് സ്ലംബർ എന്നുള്ളത് മെറ്റഫറാണ്. മെറ്റഫർ എന്ന് വെച്ചാൽ എന്താ, സിമിലി മെറ്റഫർ പഠിച്ചില്ലേ? സിമിലി എന്ന് വെച്ചാൽ ലൈക്ക് ഓർ ആസ് വെച്ചിട്ട് ഉപമിക്കുക, ഒന്നിനോട് ഉപമിക്കില്ലേ. ഇനി മെറ്റഫർ എന്ന് വെച്ചാൽ ഉപമിക്കല്ല, ദാറ്റ് ഈസ് ദാറ്റ്, അതാണ് ഇത് അല്ലേ, ദിസ് ഇസ് ദാറ്റ്, അങ്ങനെ പറയുന്നത്, ഇതാണത് എന്ന് പറയുന്നതാണ് ഈ മെറ്റഫർ. ഷാക്കിൾസ് ഓഫ് സ്ലംബർ എന്ന് വെച്ചാൽ ആ ഒരു ഇന്ത്യൻ ജനതയെ, ഉറങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ ജനതയുടെ ആ ഒരു ഇതാണ്, ആ ഒരു മെറ്റഫറാണ് അവിടെ കാണിക്കുന്നത്. ദെൻ എന്താണ്, ഓൾ സെയിൽ വീക്ക്ലി എൽഡർ ടു ദ ബ്ലൈൻഡ് അൺസർട്ടിൻ വിൻഡ്. നമ്മൾ ഈ ബ്ലൈൻഡ് അൺസർട്ടിൻ, ഈ വിൻഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സെയിൽ ബോട്ടില്ലേ, അവിടെയൊക്കെ എവിടെയും മെറ്റഫർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ സെയിൽസ് ആർ, ഇവിടെ എന്താണ്, നമ്മുടെ സെയിൽ ബോട്ടാക്കിയിട്ടാണ് നമ്മൾ ഇന്ത്യയെ ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെയിൽ ബോട്ട് എങ്ങനെയാണ്, ആരും മീൻസ് എന്താണ്, ഇത് ഒരാൾ തള്ളി, ചിലപ്പോൾ അത് കാറ്റിൻ്റെ ദിശയോടെ നമ്മൾ ഒഴുക്കും, മീൻസ് എന്താണ്, അത് മൂവ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്താണ്, നമുക്കൊരു പാത്ത് വേ നമ്മൾ കണ്ടെത്തും, എന്നിട്ട് അതിനെതിരെ നമ്മൾ മൂവ് ചെയ്യുക. വളരെ മോട്ടിവേഷനാണ് കേട്ടോ പോയം എന്നുള്ളത്. And the helm to a hand of ever rigid and cold as death. ഡെത്തിനോളം കോൾഡ് ആസ് ഡെത്ത് എന്ന് പറയുന്ന ആ കോളനൈസേഷനെ കുറിച്ചും ആ ഇത് കോളനൈസേഷൻ, ഇന്ത്യയുടെ കൊളോണിയലിസത്തിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? പപ്പറ്റ് എന്ന് വെച്ചാൽ പാവയാണ്. ഈ നമ്മളൊരു പാവകളി, നമ്മളെ കൊണ്ട് പാവ കളിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മളെന്താണ്, നമുക്ക് വി ഹാവ് ടു സെൻസ്, നമുക്ക് സെൻസ് ഉണ്ട്, ആ സെൻസ് നമ്മൾ യൂസ് ചെയ്യുക. സോ വി കുഡിൻ പെർമിഷൻ ടു പപ്പറ്റ്സ് വേൾഡ്. നമ്മളൊരു പപ്പറ്റ് കളിക്കാൻ വേണ്ടി നമ്മൾ പെർമിഷൻ കൊടുക്കരുത്. മൂവ്മെൻറ്റ്സ് ആർ സ്റ്റാർട്ടഡ് ത്രൂ, അവിടെ ആ ഒരു പപ്പറ്റ്സ് വേൾഡ് എന്ന് പറയുന്നത് കോളനൈസ്ഡ് പീപ്പിളിനെയാണ് പറയുന്നത്. ഇന്ത്യയെ കോളനൈസ് ചെയ്ത ബ്രിട്ടീഷേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. മൂവ്മെൻറ്റ്സ് ആർ സ്റ്റാർട്ടഡ് ത്രൂ ബ്രെയിൻലെസ് വയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ തലച്ചോറിനേക്കാൾ ഉപരി നമ്മളെ ചിന്തിക്കാനുള്ള കഴിവ് ആ ഒരു ബ്രെയിൻലെസ് എന്നാണ്. അത്ര മീൻസ് നമ്മൾ മൂവ് ചെയ്യുക, നമ്മൾ മുൻപോട്ടേക്ക് സ്ട്രഗിൾ ചെയ്യുക. Repeated through mindless habits, where figures wait with patience and obedience for the master of show. To be stirred into mimicry of life. നമ്മുടെ മൈൻഡ്ലെസ് ഹാബിറ്റും നമ്മൾ റിപ്പീറ്റഡ് ത്രൂ മൈൻഡ്ലെസ് ഹാബിറ്റ്സിലെ നമ്മൾ ആ ഒരു ഹാബിറ്റ്സ് നിന്നൊക്കെ മാറ്റി പേഷ്യൻസ് ആൻഡ് ഒബീഡിയൻസ് ഒക്കെ മാറ്റി വെക്കുക. ഫിഗേഴ്സ് വെയിറ്റ്, നമ്മൾ അതുവരെ പേഷ്യൻ്റാണ്, അവരെ എന്ത് പറയുന്ന അവരെ അടിമപ്പണി ചെയ്യുമ്പോൾ നമ്മളത് അനുഭവിക്കുക. പക്ഷെ അങ്ങനെ നമ്മൾ മിമിക്രി ഓഫ് ലൈഫ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. മിമിക്രി ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ആ കോളനൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. ആ മിമിക്രി ഓഫ് ലൈഫ് സ്റ്റോപ്പ് ചെയ്യുക. മിമിക്രി എന്നുള്ള വേർഡ് തന്നെ കോളനൈസേഷൻ അവരുടെ ഒരു എന്താണ്, ഒരു ഗിഫ്റ്റ് എന്ന് പറയും അല്ലേ. മിമിക്രി ചെയ്യുക, അവരെ നമ്മൾ അനുകരിക്കരുത്, അതല്ല ചെയ്യേണ്ടത്. വി ഹാവ് അവർ ഓൺ ബ്രെയിൻ, അവർ ഓൺ സ്ട്രഗിൾ, അവർ ഓൺ കറേജ് അല്ലേ. സോ എന്താണ്, വി ഹാവ് ടു ഫൈറ്റ് ആൻഡ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ടു സീക്ക്, ടു ഫൈൻഡ്, ടു സ്ട്രൈവ്, നോട്ട് ടു ഈൽഡ്. അങ്ങനെയുള്ളൊരു ലൈനില്ലേ അല്ലേ, നമ്മുടെ കുബ്ലഖാൻ ആണെന്ന് തോന്നുന്നു, കുബ്ലഖാൻ അല്ല, യുലീസസിലെ ലാസ്റ്റ് എൻഡിങ് ലൈനാണ് ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ്, നോട്ട് ടു ഈൽഡ്. നമ്മൾ പോരാടുക, നമ്മൾ അന്വേഷിക്കുക, കണ്ടെത്തുക, പോരാടുക, ഒരിക്കലും നമ്മൾ തോൽക്കാതിരിക്കുക. അത് തന്നെയാണ് ഈ പോയത്തിൻ്റെ ഇന്നർ മീനിങ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ തീമിലേക്കൊന്ന് പോവാം. അപ്പോൾ തീം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ മെയിൻ തീം എന്ന് വെച്ചാൽ സെൻസ് ഓഫ് നേഷനാണ്. Inaction arises from fear. People are afraid to rebellion. People lie in passive subjugation, no resistance against British. Clouded judgment and insecurity caused by fear. Destiny that will bring it to ruin. സോ എന്താണ് ഡെസ്റ്റിനി, നമ്മൾ നാശത്തിലേക്ക് പോകും, നമ്മളെ വിധിയാണെന്നുള്ള പഴിക്കാനല്ല, ഒരു സബ്ജായിട്ട് ചെയ്യുന്ന ആൾക്കാരെ അല്ലേ, എന്താണ്, നമ്മളെ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരെ ഒന്ന് എറൈസ് ചെയ്യാനാണ് ഈ പോയത്തിൻ്റെ ഉദ്ദേശം. അതാണ് ഈ സെൻസ് ഓഫ് നേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ നാഷണൽ ഐഡൻറ്റിറ്റി, പോയിറ്റ്സ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി വിത്ത് കണ്ടില്ലേ, നാഷണൽ ഐഡൻറ്റിറ്റി.
created and desperation to bring forth change, cannot stand and watch injustice, nation annexed to another nation's sovereignty clashes ഒക്കെ. അതിൽ മെയിൻ തീം എന്ന് വെച്ചാൽ ഫ്രീഡം ഫൈറ്റിങ്ങും ഒരു ഇന്ത്യ സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലെ മെയിൻ തീം എന്ന് വെച്ചാൽ. അതിൻ്റെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനും കാര്യങ്ങളും നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ മീൻസ് ഇതാണ് ഗൈഡിൽ കൊടുത്തിരിക്കുന്നത്.